കഴിഞ്ഞ ദിവസം കട്ട് ചെയ്ത് വെച്ചിരുന്ന 3 പാനൽ കുർത്തിയുടെ സ്റ്റിച്ചിങ് നമുക്കൊന്ന് കണ്ടാലോ. അപ്പം നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ കെട്ടി വെച്ചിരുന്ന പീസുകളൊക്കെ ഇതുപോലെ ഒന്ന് അഴിച്ച് നിവർത്തി വെക്കുന്നുണ്ട്. ഇതിൽ നിന്ന് ആദ്യം നമ്മൾ എടുക്കുന്നത് ആ സ്ലീവ് ഒന്ന് സ്റ്റിച്ച് ചെയ്യണം നമുക്ക്. എന്നിട്ട് നമുക്ക് ആ പാനൽസൊക്കെ ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കാവേ. അപ്പോൾ ഇത് ബിഗിനേഴ്സിന് കൂടി പ്രയോജനപ്പെട്ടെന്ന് പറഞ്ഞ് ഞാൻ അത്ര ഡീറ്റെയിൽ ആയിട്ടാണ് ഇതിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്നത്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ആദ്യം തന്നെ നമ്മൾ ഇവിടെ ആ ഒരു പടിയാണ് നമ്മുടെ സ്ലീവിൻ്റെ എൻഡിൽ പിടിപ്പിക്കേണ്ട ഒരു പടി ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് 1.5 ഇഞ്ചോ അതല്ലെങ്കിൽ 2 ഇഞ്ചോ ഒക്കെ നമുക്ക് എടുക്കാം. പിന്നെ അതാ 2 കൈക്ക് വേണ്ടിയിട്ട് ഞാൻ അതൊന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ആദ്യം ഒരു കയ്യിൽ എങ്ങനെയാണ് അത് വെച്ച് പിടിപ്പിക്കുന്നതെന്ന് കാണിച്ചു തരാവേ. അപ്പോൾ സ്ലീവിൻ്റെ റോങ് സൈഡും അതേപോലെ ആ പടിയുടെ നല്ല വശവും കൂടെ ചേർത്ത് വെച്ചിട്ട് നമ്മളിതുപോലെ ഒരു സ്റ്റിച്ചിട്ട് ആദ്യം ഒന്ന് എടുക്കണമേ. ഇതിപ്പോൾ നല്ല വശത്തേക്കാണ് നമ്മൾ ആ ഒരു പടി വെച്ച് പിടിപ്പിക്കാൻ പോകുന്നത്. അതിൻ്റെ എൻഡിലായിട്ട് നമ്മൾ ആ ഒരു പൈപ്പിംഗ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഇതിൻ്റെ ആ ഒരു അരികുവശം നമ്മൾ മടക്കിയിട്ട് അവിടെയാണ് ആ ഒരു നമ്മൾ പൈപ്പിങ് ഫിറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അധിക തയ്യൽ വരാതിരിക്കാൻ വേണ്ടി ഞാൻ അവിടെ ചെറുതായിട്ടൊന്ന് മടക്കി ആ അരികുവശം ഇതുപോലെ വെച്ച് കൊടുക്കുന്നതേ ഉള്ളൂ. അതല്ലെങ്കിൽ അവിടെ 2-3 തയ്യൽ നമ്മൾ വരുവേ കാണുവേ പുറത്ത്. ഇനി നമുക്ക് പൈപ്പിംഗ് എടുക്കാം. ഈ പൈപ്പിംഗ് ഉണ്ടോ, ഇതൊരു കോപ്പർ ഷെയ്ഡ് പോലത്തെ ഒരു പൈപ്പിംഗാണ്. ഇതിന് ഏകദേശം ഒരു 10 രൂപയാണ് ഒരു മീറ്ററിന് റേറ്റ് വരുന്നത്. ഇതിപ്പോൾ നമ്മൾ വാങ്ങിയപ്പം ആ ഒരു 42 മീറ്റർ ഉണ്ടായിരുന്നു, അത് ഞാൻ വാങ്ങി. ഇനി നമുക്ക് പല ചുരിദാറിലും ഇത് പിടിപ്പിക്കാമല്ലോ. പിന്നെ അതാ നമ്മൾ ആ ഒരു ആദ്യം അടിച്ചത് ഒന്ന് പതിച്ചടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കി നന്നായിട്ട് വെച്ച് കൊടുക്കുമ്പോൾ അതവിടെ നല്ല ഫിക്സ് ആയിട്ടിരുന്നോളും. ഇതാ ഇങ്ങനെ ഇരിക്കും കണ്ടോ. അപ്പം അകത്ത് സ്ലീവിൻ്റെ സൈഡിലാണ് നമ്മളതൊന്ന് പതിച്ചടിച്ചെടുത്തത്. ഇനി നമുക്ക് ഇതിൻ്റെ പ്രഷർ ഫൂട്ടൊന്ന് മാറ്റി കൊടുക്കാം. ഇവിടെ ഞാൻ ഇടുന്നത് നമ്മുടെ ആ ഒരു ബീഡ്സൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു വൈറൽ ഫൂട്ടുണ്ടല്ലോ, ആ ഒരു ഫൂട്ടാണ് ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നത്. അതിനെ കൊണ്ട് എനിക്കാകെ പ്രയോജനം തോന്നിയത് ഇങ്ങനെ ലേസുകളൊക്കെ പിടിപ്പിക്കുക എന്നുള്ളതാണ്. ബീഡ്സ് വർക്ക് വരുന്നതൊക്കെ ലേസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ ഈ ഒരു ഫൂട്ട് കൊണ്ട് പറ്റും. ഇനി പൈപ്പിങ് നമ്മൾ ഇതുപോലെ യഥാസ്ഥാനത്ത് ഇതുപോലെ വെച്ചിട്ട് അതിൻ്റെ ആ അരികു ഭാഗങ്ങളെല്ലാം അകത്ത് പോകത്തക്ക രീതിയിൽ ഉള്ളിലേക്ക് അങ്ങ് നീക്കി വെച്ച് കൊടുക്കണം. എന്നിട്ട് ആ ഒരു നമ്മൾ പടിയുടെ പുറത്തു കൂടിയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അരികിലൂടെ നല്ല നീറ്റായിട്ട് ആ പൈപ്പിങ് മാത്രം പുറത്ത് കാണത്തക്ക രീതിയിലിരിക്കും. അപ്പം നല്ലതുപോലെ അത് നമ്മൾ അയൺ ചെയ്യാതെ തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ സ്ലീവ് റെഡിയാവുമേ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഈ ഒരു പൈപ്പിങ് സ്ലീവിൻ്റെ എൻഡിലായിട്ട് കൊടുത്തിട്ടുള്ളത്. കണ്ടോതാ ഇതുപോലെ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത ആ ഒരു സ്ലീവിലും കൂടി ഒന്ന് വെച്ചെടുക്കണം. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ക്ലോസപ്പിൽ കാണിക്കുമ്പോൾ വരുന്നത്. അത് നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അടുത്ത് വെച്ച് കാണിച്ചു തരുന്നത്. ഇതുപോലെയാണ് നമ്മൾ അരികിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ആ പടിയുടെ അരികുവശം നമ്മൾ ജസ്റ്റ് ഒന്ന് മടക്കിയിട്ടേ ഉള്ളൂ, അല്ലാതെ അവിടെ നമ്മളൊരു സ്റ്റിച്ച് ഇട്ടിട്ടില്ല കേട്ടോ. ഇനി ഈ എക്സസ് വരുന്ന പീസുകളെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ഇതുപോലെ നല്ല അടിപൊളി സ്ലീവ് ഇവിടെ റെഡിയാക്കി എടുക്കാവേ. ഇനി നമുക്ക് ആ സ്ലീവൊക്കെ അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമ്മളുടെ ഫ്രണ്ടിലത്തെ പാനൽസാണ് ഞാനിവിടെ ജോയിൻ്റ് ചെയ്ത് കാണിച്ചു തരാൻ പോകുന്നത്. അതിനായിട്ട് നമ്മളിവിടെ ആ നടുക്കത്തെ പീസ് പാനൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ 2 സൈഡിലും വരേണ്ട പാനൽസൊക്കെ നമ്മളൊന്ന് നോക്കിയിട്ട് ഇതുപോലെ വെച്ച് നോക്കുന്നുണ്ട് ഏത് സൈഡിലെയാണ് വരേണ്ടതെന്ന്. എന്നിട്ട് നമുക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി എങ്ങോട്ടാണ് നമ്മളുടെ ഈ പൈപ്പിങ് നമുക്ക് വരേണ്ടതെന്നൊക്കെ വെച്ച് നോക്കിയിട്ട് ഞാൻ അതും കൂടി ഒന്ന് പിടിപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പം നമ്മളിവിടെ ആയിട്ടൊരു പൈപ്പിങ് വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ 1/2 ഇഞ്ചിലല്ലേ നമ്മൾ ഇതിന് തയ്യൽ തുമ്പിട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ പൈപ്പിങ് ശകല അകത്തേക്ക് നീക്കി വെച്ചിട്ടാണ് നമ്മൾ ഇതുപോലെ തയ്ച്ചെടുക്കുന്നത്. ഒരു 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 നമ്മൾ ടേപ്പിനകത്ത് ഒരു വരയുണ്ടല്ലോ, ആ ഒരു രീതിയിൽ ഒരു ലൈൻ ഇപ്പുറത്തേക്ക് നീക്കി വെച്ചിട്ടാണ് നമ്മളിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യൽ തുമ്പില്ലാതെ ഇത് വിട്ടു പോരാനൊക്കെ ചാൻസ് ഉണ്ട്.
നമ്മൾ മറ്റേ തുണിയുമായിട്ട് ഇത് ജോയിൻ്റ് ചെയ്യണമല്ലോ. അത് തന്നെ അല്ല പൈപ്പിങ് പുറത്തേക്ക് കാണുകയും ചെയ്യണമല്ലോ. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് തന്നെ നമ്മൾ കുറച്ചൊന്ന് സ്ഥലം അവിടെ ഇങ്ങോട്ട് നീക്കിയാണ് പിടിപ്പിച്ചെടുക്കേണ്ടത്. അത് നിങ്ങൾ ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോണം. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ വലിച്ചൊന്നും പിടിക്കാതെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അങ്ങനെ നമ്മൾ അടിവശം വരെ ഇതുപോലെ ഒന്ന് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. കുറച്ചൊന്ന് താഴേക്ക് നീക്കിയിട്ടിട്ടാണ് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയത്. പിന്നെ ഇനി നമ്മളുടെ ആ ഒരു സൈഡിലേക്ക് വരുന്ന ആ ഒരു പാനലുണ്ടല്ലോ, അത് നമ്മൾ അതിൻ്റെ നല്ല വശവും അതേപോലെ തന്നെ ഇപ്പം നമ്മൾ പിടിപ്പിച്ചെടുത്ത ഭാഗത്തിൻ്റെ നല്ല വശവും കൂടി ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ അടിച്ചെടുക്കണം. ഇപ്പം നമുക്ക് ഓട്ടോമാറ്റിക്കലി ആ ഒരു പൈപ്പിങ് പുറത്തേക്ക് നിൽക്കുന്നത് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടാകും. അത് തന്നെയല്ല അതിൻ്റെ സൈഡിൽ കൂടെ തന്നെ അരികിലൂടെ തന്നെ നമ്മുടെ ഈ സ്റ്റിച്ച് വീഴുകയും ചെയ്യും, ഈ ഫൂട്ടും കൂടി ആയതുകൊണ്ട്. അപ്പം ഇനി അത് പൈപ്പിങ് അകത്തേക്ക് കീറി നിൽക്കുമെന്നൊന്നും നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. കറക്റ്റായിട്ട് അതിൻ്റെ അരികിൽ കൂടെ തന്നെ നമുക്ക് സ്റ്റിച്ച് വീഴുന്നുണ്ട്. ഇത് തിരിച്ചിട്ട് കാണുമ്പോൾ ഇത് കറക്റ്റായിട്ട് തന്നെ നമുക്ക് വരുവേ. ഇപ്പം 2 സൈഡിലും നമ്മൾ ഇതുപോലെ ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കുന്നുണ്ട് പൈപ്പിങ്. കണ്ടതാ നല്ല നീറ്റായിട്ട് നമുക്ക് പാനൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആ ഒരു ചുളുക്കൊന്നും വരാത്തത് കണ്ടോ. ഇത് ഇങ്ങനെ വരാത്തത് നമ്മൾ ആ സൈഡിൽ അരികുവശം നമ്മൾ കട്ട് ചെയ്ത് ആദ്യം കഴിഞ്ഞ ദിവസം കട്ടിങ് വീഡിയോ കാണിച്ചപ്പോൾ കാണിച്ചായിരുന്നു. അതിൻ്റെ ആ ഒരു അരികുവശം വരുന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മൾ അതേസമയം ആ ഒരു അരികുവശം കട്ട് ചെയ്യാതെ വെച്ച് ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഈ സൈഡിൽ ഇങ്ങനെ ചുളിവുണ്ടാകും നമ്മളിത് ചേർത്ത് വെച്ച് തയ്ക്കുമ്പം. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഈ ഒരു അരികു ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു തയ്യൽ നീറ്റായിട്ട് തന്നെ അവിടെ വരത്തുള്ളൂ, ചുളിവുകളൊന്നും വരാതെ. ഇനി നമ്മൾ അടുത്ത സൈഡിലേക്കും കൂടെ ഇതുപോലെ പൈപ്പിംഗ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം അതും നമ്മൾ അകത്തേക്ക് നിൽക്കത്തക്ക രീതിയിൽ ആദ്യം ഒന്ന് പൈപ്പിങ് അകത്തേക്ക് നീക്കി വെച്ച് തയ്ച്ചെടുക്കുന്നുണ്ട്. എന്നിട്ടാണ് നമ്മൾ ആ ഒരു സൈഡ് പാനൽ ജോയിൻ്റ് ചെയ്ത് കൊടുക്കുന്നത്. വളരെ സിമ്പിളായിട്ട് തന്നെ എല്ലാവർക്കും ഇത് ബിഗിനേഴ്സായിട്ടുള്ളവർക്ക് പോലും സ്റ്റിച്ച് ചെയ്തെടുക്കാം. നല്ല അടിപൊളി ഫിറ്റിങ്ങിലായിരിക്കും ഈ ഒരു കുർത്തി വരുന്നത്. അപ്പോൾ ട്രൈ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് ഫീഡ്ബാക്ക് നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുകയും വേണം. അപ്പോൾ നമ്മൾ ഈ ഒരു പൈപ്പിങ്ങും അവിടെ ജോയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് ആ സൈഡ് പാനൽ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാവേ. അങ്ങനെ നമ്മൾ ഈ ഒരു പാനലും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പോർഷൻ ഇതുപോലെയാണ് വരുന്നത്. അപ്പോൾ 2 സൈഡിലും നല്ല നീറ്റായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു പൈപ്പിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ആ ഒരു നെക്കൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ നമ്മൾ പാനൽസൊക്കെ ജോയിൻ ചെയ്തിട്ട് വേണം എപ്പോഴും നെക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല കറക്റ്റായിട്ട് തന്നെ നമ്മുടെ ആ ഒരു കൈക്കുഴിയൊക്കെ നമ്മൾ ശരിയായിട്ട് തന്നെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഒരു യു നെക്ക് പോലത്തെ നെക്കാണ് ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. അത്യാവശ്യം ഒരു വലിയ നെക്കാണ്. അത്യാവശ്യം വലിപ്പം വിഡ്ത്തും അതേപോലെ ലെങ്തും ഉള്ള ഒരു നെക്കാണ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിത് സ്റ്റിപ്പിനകത്തേക്ക് വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ സ്റ്റിപ്പ് എന്ന് ഞാൻ പറഞ്ഞത് ക്യാൻവാസ് പേപ്പറിനെയാണ്. ഇത് നമ്മൾ എടുത്തിരിക്കുന്നത് 120 രൂപ പെർ മീറ്ററിന് വരുന്ന ആ ഒരു ഷർട്ടിനൊക്കെ വയ്ക്കുന്ന ക്യാൻവാസാണ്. ഇതാകുമ്പോൾ നമ്മൾ കുറച്ച് വാഷ് ചെയ്താൽ ഇതുപോലെ തന്നെ നല്ല നീറ്റായിട്ട് തന്നെ നിൽക്കുവേ. അതേസമയത്ത് നമ്മൾ പേപ്പർ സ്ട്രിപ്പൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ ഒരു വാഷ് തന്നെ ഏകദേശം കഴിയുമ്പോഴത്തേക്ക് അങ്ങൊരു വല്ലാതെ പോകാൻ ചാൻസ് കൂടുതലാണ്, കട്ടി കുറഞ്ഞു പോകുവേ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ക്യാൻവാസ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ പിന്നെ സ്റ്റിച്ചിങ്ങിൻ്റെ മെയിൻ പെർഫെക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ അതിലുപയോഗിക്കുന്ന മെറ്റീരിയലിനെയും കൂടെ ബേസിലാണ്. അപ്പോൾ ഇതുപോലെയുള്ള നല്ല ക്വാളിറ്റിയിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് കൊടുത്താൽ നമുക്ക് കസ്റ്റമറും നമ്മുടെ ആ ഒരു നമുക്ക് കിട്ടാനായിട്ട് ഒരുപാട് സഹായിക്കുവേ. ഇനി നമ്മൾ ഇതിനകത്തേക്ക് മറിച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ടൊരു മെറ്റീരിയൽ ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊരു ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ്, വൈറ്റ് കളറിലാണ് വരുന്നത്. അത് വെച്ച് ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ടെടുക്കാവേ.
പിന്നെ ഈ നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ധൃതി കാണിക്കരുത്, പതുക്കെ നിർത്തിയിട്ട് വേണം അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇതിൻ്റെ ആ ഒരു ഷേപ്പൊക്കെ കറക്റ്റ് അല്ലാതായി പോകും. അതുകൊണ്ട് തന്നെ നല്ല നിർത്തി നീറ്റായിട്ട് വേണം നമ്മളൊരു കാര്യം ചെയ്യുമ്പം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ബിഗിനേഴ്സിനെയൊക്കെ കുറിച്ചിട്ടാണ് ഞാനിതിൽ കൂടുതൽ പറയുന്നത്. അല്ലാതെ നല്ലപോലെ തയ്ക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. നല്ലപോലെ തയ്ക്കുന്നതെന്നല്ല, നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യുന്നവരാണ്. ഇപ്പം സ്റ്റിച്ചിങ് അറിയാത്തവരായിട്ട് ആരുമില്ല, വളരെ ചുരുക്കമാണ് ആളുകൾ സ്റ്റിച്ചിങ് അറിയാത്തവർ. അപ്പോൾ എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്യുന്നവരാണ്. ഇനി നമുക്ക് ഈ എക്സസ് വരുന്ന പീസുകളൊക്കെ കട്ട് ചെയ്തിട്ട് കൊടുക്കണം. പിന്നെ ഇവിടെ നമ്മൾ ബാക്കിലത്തെ ആ ഒരു പുറകുവശത്തെ കഴുത്തിലായിട്ട് നമ്മുടെ ആ ഒരു സ്റ്റിക്കർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചേക്കുകയാണ്. ഇവിടെ നമ്മുടെ ബ്രാൻഡ് പേരാണ് ആ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ പേര് ജുമൈലാസ് എന്നാണ് വരുന്നത്. അപ്പോൾ അത് ഞാനിവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അരികുവശങ്ങളൊക്കെ അകത്തേക്ക് മടക്കി തയ്ക്കാം. പിന്നെ ഇത് ഹെമ്മിങ്, ഫ്രണ്ടിലത്തെ പീസിൽ നമ്മൾ ഹെമ്മിങ് ചെയ്താണ് പിടിപ്പിച്ചെടുക്കുന്നത് ഈ അകത്തേക്ക് വരുന്ന പീസുകളൊക്കെ. പിന്നെ അതേപോലെ ഇനി കാണുന്നത് ഞാനും ആ ഒരു ഫൂട്ടും തമ്മിലുള്ള മൽപ്പിടുത്തമാണ്. ഇത് ഊരിയെടുക്കാൻ ഇത്രയ്ക്ക് പാടാണ് കേട്ടോ. വെക്കുന്നതിൽ കുഴപ്പമില്ല, പക്ഷേ തിരിച്ച് ഊരിയെടുക്കുന്നത് കുറച്ച് പണിപ്പെട്ടെങ്കിൽ മാത്രമേ ഒന്ന് ഊരിയെടുക്കാൻ പറ്റത്തുള്ളൂ. കുറച്ചൊന്ന് ടൈറ്റായിട്ടിരിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുവേ. നമ്മൾ സാധാ ഫൂട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഇൻവിസിബിൾ പോലെ കാണത്തക്ക രീതിയിൽ ഇങ്ങനെയാണ് ഇത് പിടിപ്പിച്ചെടുക്കുന്നതിൻ്റെ ഷോൾഡർ. നമ്മൾ പുറകിലത്തെ പടി ഫ്രണ്ടിലേക്ക് ഇതുപോലെ ചേർത്ത് വെച്ചിട്ടാണ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മുടെ ആ ഒരു ഫ്രണ്ടിലെ തയ്യൽ തുമ്പ് കുറച്ചൊന്ന് ഹൈഡായിട്ട് പോകും അകത്തേക്ക്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ രണ്ട് സൈഡ് ഇതുപോലെ ചെയ്തിട്ട് നമ്മൾ തിരിച്ചിട്ട് എടുക്കുന്ന സമയത്ത് ഇത് കറക്റ്റായിട്ട് തന്നെ നല്ല നീറ്റായിട്ട് ശരിയായിട്ടിരിക്കുന്നതായിരിക്കും. അത്ര ഡീറ്റെയിൽ ആയിട്ട് ഞാനിത് കാണിക്കുന്നില്ല. പിന്നെന്താ, നമ്മളിത് ഇങ്ങനെ തിരിച്ച് ഇട്ടെടുക്കുമ്പോഴത്തേക്ക് ആ ഒരു നെക്കിൻ്റെ പോർഷനിൽ ആ ഭാഗത്ത് നമുക്ക് ആ ഒരു തയ്യൽ തുമ്പൊന്നും വെളിയിലേക്ക് നിൽക്കില്ല, എല്ലാം നീറ്റായിട്ട് തന്നെ ഇരിക്കും. അതിനുവേണ്ടിയാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തത്. ഇനി നമുക്ക് ബാക്കിലത്തെ പീസിൻ്റെ ആ ഒരു ഉള്ളിലത്തെ പടിയുണ്ടല്ലോ, നമ്മൾ വെച്ച് കൊടുത്ത ആ ഒരു എക്സസ് വരുന്ന തുണി, അത് നമുക്ക് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാം. നമ്മൾ റെഡിമെയ്ഡ് ചുരിദാറിലൊക്കെ വരുമല്ലോ, അതുപോലെ നമുക്കവിടെ ഫിക്സ് ആക്കി വെച്ച് കൊടുക്കാം. അവിടെ നമ്മൾ ഹെമ്മിങ് ചെയ്യത്തില്ല. ബാക്കിലത്തെ പോർഷനിൽ, ഫ്രണ്ട് വശത്തെ പോർഷനിൽ മാത്രമേ ഉള്ളൂ നമ്മൾ ഹെമ്മിങ് ചെയ്തെടുക്കുന്നത്. നമുക്ക് ഈ ഒരു ലേബലും കൂടിയൊക്കെ വെക്കുമ്പം നമ്മൾ ആ ഒരു നമ്മുടെ തന്നെ മെറ്റീരിയൽസൊക്കെ നമ്മൾ പുറത്ത് തയ്ച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ഫിനിഷിങ്ങും അതേപോലെ തന്നെ ആ ഒരു ബ്രാൻഡിങ്ങും ഒക്കെ കാണുമ്പോൾ തന്നെ ആളുകൾക്കത് ഒരു നല്ലൊരു പോസിറ്റീവായിട്ട് തോന്നിക്കുവേ. അപ്പോൾ നമ്മുടെ തയ്യലിനും അത് നല്ലൊരു പെർഫെക്ഷനൊക്കെ കൊണ്ടുവരാൻ സാധിക്കും ഇതിങ്ങനെ വയ്ക്കുമ്പോൾ സമയത്ത്. അപ്പോൾ അതാ നിങ്ങൾക്കിതിലൂടെ കാണുമ്പം മനസ്സിലാവുന്നുണ്ടായിരിക്കും. അപ്പോൾ കുറച്ചും കൂടി ഒരു നീറ്റായിട്ട് തോന്നിക്കും കേട്ടോ നമ്മളിതൊക്കെ ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന സമയത്ത്. ഇനി നമുക്ക് ഈ സ്ലീവുകൾ തമ്മിലൊന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം. രണ്ട് സ്ലീവും ഇതുപോലെ ഒന്ന് നമുക്ക് പിടിപ്പിച്ചെടുക്കാതെ. അപ്പം നടുവിൽ നിന്നാണ് ഞാൻ എപ്പോഴും സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നത്. രണ്ട് വശത്തേക്കും ഈക്വലായിട്ട് തന്നെ വരാൻ വേണ്ടിയിട്ടും അതേപോലെ കറക്റ്റിൽ വരാൻ വേണ്ടിയിട്ടുമാണ് ഇതുപോലെ നടുഭാഗത്തുനിന്ന് രണ്ട് സൈഡിലേക്കും ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മൾ സ്ലീവ് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി അപ്പുറത്തെ സ്ലീവ് ഞാൻ പിടിപ്പിക്കുന്നത് ഇതിനകത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ വീഡിയോയുടെ ലെങ്ത് ഇപ്പം തന്നെ കൂടുതലാണ്. ഇനി നമുക്ക് ഷേപ്പൊക്കെ ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് ഒന്ന് ഇതിൻ്റെ എല്ലാം ഒന്ന് കറക്റ്റ് ചെയ്തൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടികൾ. നമുക്ക് സ്ലിറ്റൊന്നും അടിക്കാനില്ലാത്തത് കൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു 3 പാനൽ ചെയ്തെടുക്കാം. പിന്നെ ആദ്യത്തെ ആ ഒരു ചെറിയ കട്ടിങ്ങിൽ വരുന്ന ആ ഒരു ഡൗട്ടുകൾ മാത്രമേ വരത്തുള്ളൂ. കട്ടിങ് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാവേ. അപ്പോൾ നമുക്കിതെല്ലാം കൂടി ഇന്ന് നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. കൈയുടെ വണ്ണവും അതേപോലെ ചെസ്റ്റിൻ്റെ പോർഷനും പിന്നെ നമ്മുടെ ഷേപ്പും കൂടി ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിൽ വേസ്റ്റിൻ്റെ പോർഷൻ നമ്മൾ വലുതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല.
അതുകൊണ്ടാണ് ബിഗിനേഴ്സിന് പോലും നല്ല സിമ്പിളായിട്ട് തയ്ക്കാമെന്ന് പറഞ്ഞത്. നമ്മൾ സാധാരണ നമ്മുടെ ചുരിദാറിൻ്റെ സ്ലിറ്റൊക്കെ അടിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഭാഗത്തെ വണ്ണം കറക്റ്റായിട്ട് വന്നില്ലെങ്കിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും, വയറിൻ്റെ ഭാഗത്ത് ടൈറ്റൊക്കെ തോന്നിക്കും. അതേസമയത്ത് ഈ ഒരു രീതിയിൽ നമ്മൾ 3 പാനൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് അതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ തയ്ക്കുന്നവർക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് ഫീൽ ചെയ്യുക ഇത്. പിന്നെ അതേപോലെ സ്ലിറ്റിൻ്റെ ഭാഗം അടിക്കുകയൊന്നും വേണ്ട, അങ്ങ് താഴെ ഭാഗത്ത് വരെ നമ്മളങ്ങ് കൊണ്ടുപോയി അങ്ങ് ഇറക്കിയാൽ മതി. ഇത് നേരെ തയ്ച്ച് ഇനി എക്സസ് വരുന്ന ഇതുപോലെ വരുന്ന പീസുകളൊക്കെ നമുക്ക് കട്ട് ചെയ്തൊക്കെ മാറ്റിയേക്കാം. ഇനി ഇതിൻ്റെ അടിഭാഗത്തെ ആ ഒരു ലെങ്ത് നമുക്കൊന്ന് കറക്റ്റ് ചെയ്യാവേ, എന്നിട്ട് വേണം നമുക്ക് അടിഭാഗം ഒന്ന് മടക്കി അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ നമ്മളിതിങ്ങനെ കറക്റ്റായിട്ട് തന്നെ ഇട്ട് കൊടുക്കണം, എന്നിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. അപ്പം ഇവിടെ ഫാൻ ഇട്ടിരിപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ തുണി കിടക്കുന്നുണ്ടായിരുന്നില്ല, പറക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഫാൻ ഓഫാക്കിയിട്ടാണ് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതാ ഇതിൻ്റെ ഷോൾഡറിൻ്റെ ആ നെക്കിൻ്റെ പോർഷൻ ചേർത്ത് വെച്ചിട്ട് വേണം നമ്മൾ ആ ഒരു ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാൻ. സൈഡിലേക്കും അതേപോലെ ഫ്രണ്ടിലേക്കും എല്ലാ ഭാഗത്തേക്കും അങ്ങനെയാണ് നമ്മൾ നെക്ക് ഈ ഒരു ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ സൈഡ് ഭാഗം ഞാൻ കുറച്ച് കയറ്റിയാണ് കട്ട് ചെയ്തെടുക്കുന്നത്, കാരണം അല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ആ ഭാഗം തമ്മിൽ ഇങ്ങനെ ഇറങ്ങിക്കിടക്കുന്ന പോലെ ഫീൽ ചെയ്യും. അതുകൊണ്ട് എല്ലാ ഭാഗവും നമ്മൾ ഇതുപോലെ തന്നെ ഒന്ന് വെച്ച് നോക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അധികം കട്ട് ചെയ്യാനായിട്ട് ഇതിൽ എക്സസ് ഒരുപാടില്ലായിരുന്നു, കുറച്ച് ഭാഗം ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാം നമ്മൾ കട്ട് ചെയ്ത് ഇതുപോലെ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അടിഭാഗം ഒന്ന് മടക്കി തയ്ച്ചെടുക്കാവേ. അപ്പോൾ ഇതുകൂടി തയ്ച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി 3 പാനൽ കുർത്തി റെഡി ആയിട്ട് വരുവേ. എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ആ ഒരു ഫീഡ്ബാക്ക് എനിക്ക് കമൻ്റായിട്ട് അറിയിക്കണേ. ഒന്ന് മടക്കി ഒന്നും കൂടി അകത്തേക്ക് മടക്കി വെച്ചിട്ടാണ് ഞാനിൻ്റെ അടിഭാഗം ഒന്ന് തയ്ച്ചെടുക്കുന്നത്. പിന്നെ കസ്റ്റമർ ഇട്ടിട്ടുള്ള പിക്ചറൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല, അത് ഞാൻ കിട്ടുവാണെങ്കിൽ ഇതിവിടെ എവിടെയെങ്കിലും കൊടുത്തിരിക്കാം. എന്തായാലും നല്ല കറക്റ്റ് ഫിറ്റിംഗ് ആയിരുന്നേ. ഇതിൻ്റെ കൂടെ പിന്നെ ഒരു ബോട്ടം കൂടി നമുക്കിനി സ്റ്റിച്ച് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതൊരു കോട്ട് സെറ്റ് പോലെയാണ് ചെയ്തെടുക്കുന്നത്. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ. അപ്പോൾ ഏതായാലും നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് തീർന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ടിട്ട് ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് വന്നിട്ടുള്ളതെന്ന്. ഇനി ഇതിൻ്റെ ആ ഒരു നെക്ക് നമുക്ക് ഹെമ്മിങ്ങും കൂടി ചെയ്യണം. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി 3 പാനൽ കുർത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.